ഹായ് ഹലോ ഇറ്റ്സ് മീ ശ്രീലക്ഷ്മി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? കുറേ നാളായല്ലേ നമ്മൾ വ്ളോഗ് ഇട്ടിട്ട്. അപ്പം ഇന്നൊരു വ്ളോഗാണ്. കഴിഞ്ഞ സൺഡേ ഞങ്ങളൊന്ന് പുറത്ത് പോയായിരുന്നു. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് പോയതിൻ്റെ വീഡിയോ ആണ്. നമുക്കൊരു ബർത്ത്ഡേ ഉണ്ട് വൈകിട്ട്, അപ്പോൾ അതിന് പോകണം. ആദ്യത്തെ പരിപാടി ഡ്രസ്സ് എടുക്കലാണ്. അപ്പം ഡ്രസ്സ് എടുക്കണം. അത് കഴിഞ്ഞ് 3 പേർക്കൊന്ന് മുടി വെട്ടണമെന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ മുടി വെട്ടണം. അതൊക്കെയാണ് ഇന്നത്തെ മെയിൻ പരിപാടി. പിന്നെ വൈകിട്ടാണ് നമുക്ക് ഫംഗ്ഷൻ ഉള്ളത്. അപ്പോൾ ഫംഗ്ഷന് പോകണം. ഒരു കാര്യം കാണിച്ചു തരാമേ. ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു കുളമാണ്, അമ്പലക്കുളമാണ്. ഇതിനുള്ളിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വാമക്കുട്ടീനെ ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതിന് പ്രതിഷേധം മൊത്തം ഒന്ന് അവൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് ക്രിസ്മസ് ഒക്കെ അല്ലേ, ഇവിടെ സ്റ്റാറിൻ്റെ സ്റ്റോറൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് ഇഹാ ഡിസൈൻസിലേക്കാണ്. അപ്പോൾ ഡ്രസ്സ് അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇഹാ ഡിസൈൻസ് എത്തി കേട്ടോ. അനശ്വര രാജനൊക്കെ ഉണ്ടല്ലോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പാർക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു തരത്തിലാണ് കയറി ഡ്രസ്സൊക്കെ എടുത്തത്. ഷോപ്പിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ സൂപ്പർമാനെ കയ്യിലുള്ള സ്പൈഡർമാൻ വണ്ടിക്കകത്ത് വെക്കണം. പിന്നെ വണ്ടിയിലൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ അകത്തോട്ട് കയറിയത്. മാമിക്കുട്ടിയാണെങ്കിൽ ഇന്നിനി എങ്ങോട്ടാണോ പോകുന്നതെന്നൊക്കെ ഓർത്തിട്ടാണ് കയ്യിലിരിക്കുന്നത്. ഉറക്കപ്പിച്ചാണ് കേട്ടോ ആള്. ചെന്നന്ന് അവിടെ ഓഫർ സെയിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഓടി നടന്ന് ഓരോന്നൊക്കെ എടുത്ത്. സത്യം പറയാലോ, നാഗവല്ലിയുടെ ആഭരണപ്പെട്ടി കണ്ട് ഗംഗിനെ പോലെയായിരുന്നു എൻ്റെ അവസ്ഥ. ഞാൻ അതും ഇതും എല്ലാം പിറകെ എടുത്ത് വീഡിയോ എടുക്കാൻ പോലും മറന്നുപോയി എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ട എല്ലാം സെലക്ട് ചെയ്തിട്ട് ബില്ലടിക്കുന്ന സമയത്ത് നമ്മുടെ കാശിക്കുട്ടൻ അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് ക്രിസ്മസ് ട്രീയുടെ താഴേക്ക് നിന്നും ഭയങ്കര പോസിങ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇഹേന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോയത് ഫസിയോയിലേക്കാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അന്ന് കയറിയത്. പക്ഷെ കൊള്ളായിരുന്നു. അതിൻ്റെ ഷോർട്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കണേ. കയറിയ മാത്രത്തിന് കാശിക്കുട്ടൻ അമ്മു അതെടുക്ക് ഇതെടുക്ക്, ഇത് അമ്മൂന് നന്നായിട്ട് ചേരും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ചൊക്കെ ഞാൻ എടുത്തു കേട്ടോ. ഞങ്ങൾക്ക് അടുത്ത് പോകാനുള്ളത് ഞങ്ങളുടെ 3 പേരുടെ മുടി വെട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കാശിക്കുട്ടനെ മനുഷ്യൻ്റെ മുടിയൊക്കെ വെട്ടി. എനിക്ക് മുടി വെട്ടാൻ പറ്റിയില്ല. രാവിലെ ഇറങ്ങിയതല്ലേ, വാമക്കുട്ടി ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. ഞാൻ വണ്ടിയിൽ നിന്നൊക്കെ ഫീൽ ചെയ്തെങ്കിലും ഒക്കെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യണമെന്നുള്ള മൈൻഡിലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ മുടി വെട്ടിയില്ല. പിന്നെ കാശിക്കുട്ടൻ ഇതാ അവിടുന്ന് മിഠായൊക്കെ കിട്ടി. മനുഷ്യടം പിന്നെ പറയുകയാണ് കേട്ടോ, ഞങ്ങൾ എപ്പോഴും മുകളിൽ ഇച്ചിരി ലെങ്ത്ത് വെച്ചിട്ട് ബാക്കി ഫുൾ അങ്ങ് മുടി എടുത്തേക്കും. എന്നിട്ട് സൈഡിലൊരു ലൈൻ എനിക്കെപ്പോഴും നിർബന്ധമാണ്. അങ്ങനെ ലൈനൊക്കെ ഇട്ടാണ് എപ്പോഴും കട്ട് ചെയ്യാറ്. അങ്ങനെ മനുഷ്യനെ അതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ആ പുള്ളിയെടുത്ത്. എനിക്ക് ഹിന്ദി അറിയില്ലല്ലോ, അപ്പോൾ ഹിന്ദി അറിയാവുന്നവർ സംസാരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഇതെന്ത് സാധനം എന്നുള്ള രീതിയിൽ വാമിക്കുട്ടി തൊട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജീപ്പി പിടിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് മനുഷ്യന് കൈയൊക്കെ പുറത്തിട്ട് കാശിക്കുട്ടനെ ഒന്ന് കംഫർട്ടായിട്ടൊക്കെ ഇരുത്തി. അങ്ങനെ കാശിക്കുട്ടൻ മുടിയൊക്കെ വെട്ടി മുടുക്കനെ. ഇനി മനുഷ്യനാണ് കട്ടിങ് ഷേവിങ്ങും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ സമയം ഇപ്പോൾ 1 മണിയോളം ആയിട്ടോ. ഇനി നമുക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് വൈകിട്ടത്തെ പരിപാടിക്ക് വേണം പോകാൻ. ഇനി ബർത്ത്ഡേ വീട്ടിലേക്കാണ് കേട്ടോ ഈ പോകുന്നത്. രാത്രിയാണ്, 7 മണിക്കാണ് അവിടെ എത്തേണ്ടത്. അപ്പോൾ ഇനി നമ്മുടെ ബർത്ത്ഡേ പോയി ഒരു ട്രഡീഷണൽ ലുക്കാന്ന് പറഞ്ഞിട്ട് ഞാനും വാമിയും ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോയത്. ഇത് വാമിയുടെ നെയിമിങ് സെറിമണിക്ക് ഞാൻ തയ്ച്ച ഡ്രസ്സാണ്. അത് തന്നെ ഇന്നിട്ട്. പക്ഷേ ഇന്ന് അവൾക്ക് നല്ല ടൈറ്റായിരുന്നു. പിന്നെ ഞാനതൊക്കെ ഒന്ന് വലുതാക്കി അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഇട്ടത്. ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും കേക്കെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞായിരുന്നു കേട്ടോ. ജസ്റ്റ് കഴിഞ്ഞുള്ളെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ വിഷമത്തിൽ നിന്നപ്പോഴേക്കും രേഷ്മ ചേച്ചി എനിക്ക് ഫോട്ടോസ് എല്ലാം അയച്ചു തന്നു കേട്ടോ. അങ്ങനെ അത് കണ്ട് ഞാൻ സംതൃപ്തി അടഞ്ഞു.
വന്നത് താമസിച്ചാണെങ്കിലും കേക്ക് കഴിക്കാനായിട്ട് ഞാൻ ഓടിപ്പോയി കേട്ടോ. അപ്പോൾ ഇതാ അച്ചു എല്ലാം കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പീസ് കേക്ക് ഞാനും വാങ്ങിച്ച് കഴിച്ചു. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു, അത്യാവശ്യം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എല്ലാവരെയും കണ്ട് സന്തോഷത്തിലായിരുന്നു. കുറേ നാളായില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരുമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്ന കാര്യം മറന്നുപോയി. എന്താണെന്നറിയത്തില്ല ഗൈസ്. സത്യത്തിൽ അൻവിത്തോട്ടിന് ഒരു വയസ്സായെന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എത്ര പെട്ടെന്ന് സമയം പോയേ. വാമിക്കുട്ടിയാണെങ്കിൽ ആര് വിളിച്ചാലും എല്ലാവരുടെയും കൂടെ പോകായിരുന്നു കേട്ടോ. ഇതാണ് ദേവു. ആൾക്കൊരു ക്ലോത്തിങ് ബ്രാൻഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അങ്ങനെ വാമിക്കുട്ടി എല്ലായിടത്തും പോയി ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ ആ സമയത്ത് പോയി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. പിന്നെ ബർത്ത്ഡേ പോയി ഗിഫ്റ്റൊക്കെ റിസീവ് ചെയ്യുന്ന തിരക്കിലാണ്. ഇടയ്ക്കായപ്പോൾ ആൾ ചെറിയ വഴക്കൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ അങ്ങനെ ആണല്ലോ, ബർത്ത്ഡേ ആകുമ്പോഴത്തേക്ക് കുട്ടികളാണല്ലോ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ സ്റ്റാർ ഓഫ് ദി ഡേ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ വഴക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ബർത്ത്ഡേ ബോയുടെ അമ്മൂമ്മയാണ് കേട്ടോ ഇത്, ഞങ്ങളുടെ ഗിരിയാമ്മ. ഞങ്ങൾ ഗിരിയാമ്മ എന്നാണ് വിളിക്കുന്നത്, എസ്പെഷ്യലി കാശിക്കുട്ടൻ. അങ്ങനെ കുഞ്ഞിച്ചിരി വഴക്കിട്ടപ്പോൾ അമ്മ ആളെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. പാട്ടും ഡാൻസും ഗാനമേളയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാട്ട് കേട്ടാൽ പിന്നെ കാശിക്കുട്ടൻ അടങ്ങിയൊന്നും ഇരിക്കത്തില്ല. കാശിക്കുട്ടൻ്റെ തുള്ളിച്ചാട്ടം കണ്ടപ്പോഴും മനസ്സിലായില്ലേ എത്രത്തോളം ഹാപ്പി ആയിരുന്നു അന്നത്തെ ആ ഒരു ഈവനിങ് എന്നുള്ളത്. ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരെയും കണ്ടു, എല്ലാവരുമായിട്ട് സംസാരിച്ചു. പിന്നെ ഞങ്ങൾ ആ വഴി കാശിക്കുട്ടൻ്റെ ചിറ്റയുടെ വീട്ടിൽ പോയി, തലവടിയിൽ പോയിട്ടുണ്ടായിരുന്നു, അതായത് ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയൊക്കെ കണ്ടിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ കാശിക്കുട്ടൻ ഡാൻസ് കളിച്ച് ക്ഷീണിച്ചപ്പോഴേക്കും ചേട്ടനടുത്ത് തോളിൽ കയറ്റി. അങ്ങനെ ഞാനും അമ്മയും കൂടെ ഇത് കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ പുറകെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റോഡിൽ കൂടെ അച്ഛനും മോനും കൂടെ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രി വീട്ടിലെത്തിയപ്പം നന്ന് താമസിച്ചു. ക്ഷീണം കാരണം കിടന്ന് തുടങ്ങി കേട്ടോ. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ വീണ്ടും കാണാം. ടാറ്റ ബൈ.